ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. കഴിഞ്ഞ വീക്കെൻഡിലെ ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡേ വ്ലോഗാണ് ഇന്ന് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഓഫീസും സ്കൂളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓരോരുത്തരായിട്ട് എണീറ്റ് വരുന്നേ ഉള്ളൂ. അതുമല്ല, ഇന്ന് ഉച്ചയ്ക്കൊന്ന് പുറത്ത് പോകണമെന്നും കൂടി പ്ലാൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെതൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു. ഇനി അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെടികൾക്കൊന്ന് ഒന്ന് നനച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ എത്ര ആയാലും രാത്രിയാവും. അപ്പോൾ ഒരു ദിവസം നനച്ചിട്ടില്ലെങ്കിൽ എന്തായാലും പിറ്റേന്നൊക്കെ വാടി പോവാറുണ്ട്. പിന്നെ അന്നത്തെ നമ്മുടെ തക്കാളിയൊക്കെ മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. ഇനി ഏകദേശം ഒരാഴ്ച കൊണ്ടൊക്കെ തന്നെ അത് പറിക്കാനാവുന്ന തോന്നണത്. ഇതിവിടെ ഉണ്ടായ വഴുതനങ്ങയാണ് കേട്ടോ. പിന്നെ ഇത് പൊട്ടറ്റോ മുളച്ചപ്പോൾ അതേപോലെ തന്നെ അങ്ങോട്ട് നട്ടു കൊടുത്തതാണ്. ഉണ്ടാവുമോയെന്നറിയില്ല, വലുതായി വരുന്നുണ്ട് ഏതായാലും. ഞങ്ങൾ 12:30 ആയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ. ഇത് ഞങ്ങൾ ഫുഡ് വാങ്ങാനായിട്ട് നിർത്തിയതാണ്. സുധീർക്ക് ഫുഡ് വാങ്ങാൻ പോയിട്ടുണ്ട്. ആദ്യം ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കുട്ടികൾക്കൊക്കെ നിർബന്ധം ഫുഡ് വാങ്ങിയിട്ട് പാർക്കിൽ പോയിട്ട് കഴിക്കാമെന്ന്. അപ്പോൾ അവിടെ കുറച്ച് നേരം കളിക്കും ചെയ്യാമല്ലോ. ഇന്ന് ആകെക്കൂടി ഒരു മഴക്കാറ് മൂടിയൊരു ദിവസമാണ് കേട്ടോ. അതാണ് ഈ ഇരുണ്ട പോലെ ഇങ്ങനെ കാണുന്നത്. കോബാറിലെ അജ്ദാൻ വാക്കിലേക്കാണ് ഞങ്ങൾ പോയത്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ ഇവിടെ വരാറുള്ളതാണ്. ഇന്നിപ്പോൾ വീക്കെൻഡും കൂടി ആയ കാരണം നിറയെ ആൾക്കാരാണ്. അപ്പോൾ പാർക്കിംഗ് കിട്ടാൻ തന്നെ കുറേ സമയമെടുത്തു. പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കേട്ടോ കാറ്റ് എത്രത്തോളം ഉണ്ടെന്ന് അറിയുന്നത്. നല്ല കാറ്റുണ്ടായിരുന്നു, അതും തണുത്ത കാറ്റ്. പാർക്കിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ റിഹാന് ബോളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കാറ്റുകൊണ്ട് ബോളൊന്നും കളിക്കാൻ പറ്റിയില്ല. പിന്നെ നേരം കുറച്ചായിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആദ്യം തന്നെ വേഗം ഫുഡ് കഴിക്കാമെന്ന് കരുതി. ചുറ്റും ഒരുപാട് ഫാമിലീസ് ഉണ്ട് കേട്ടോ. അതേപോലെ കുട്ടികൾ ഊഞ്ഞാലിലൊക്കെ കളിക്കുന്നൊക്കെ ഉണ്ട്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് റിഹാനും ഫയ്യൊക്കെ കുറച്ചു നേരം അവിടെ ഓടി കളിക്കുകയൊക്കെ ചെയ്ത്. അധികം നേരമൊന്നും നിന്നിട്ടില്ല. കാറ്റുകൊണ്ട് കൈയൊക്കെ ഫ്രീസായി പോവാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് തന്നെ പോന്ന്. ഇത് തൊട്ടടുത്ത് തന്നെയുള്ള വേറൊരു പാർക്കാണ്. നേരത്തെ പോയ പാർക്കിൻ്റെ അത്ര ആളുണ്ടായിരുന്നില്ല ഇവിടെ കേട്ടോ. ഇവിടെ നടക്കാനും തന്നെ നല്ല സൗകര്യമുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ നിറയെ ആൾക്കാർ ഇവിടെ നടക്കാനായിട്ട് തന്നെ വരുന്നുണ്ട്. റിഹാന് ബോൾ കളിക്കാൻ പറ്റാത്ത വിഷമത്തിൽ ബോളൊക്കെ പിടിച്ച് നടക്കുകയാണ്. അതുപോലെ മഞ്ഞും തന്നെ ബാറ്റും ഷട്ടിലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും കാറ്റ് കാരണം കളിക്കാൻ പറ്റിയില്ല. ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്, ചെറുതായിട്ട് വെളിച്ചം മങ്ങി വരുന്നുണ്ട്. കാറ്റും അതേപോലെ തന്നെ വൈകുന്നേരം ആവുന്നതിനനുസരിച്ച് കൂടി വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ ഈ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.